welcome back to our YouTube channel. It's me, Amikutti. You're watching and you're watching Ami Amikutti. Well guys, ഇന്നത്തെ വീഡിയോ എന്താണ് എന്ന് വെച്ചാൽ Knowing in Me Part 1 ആണ്. ഇത് ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് അങ്ങനെയൊന്നും അറിയില്ലായിരിക്കും. അപ്പൊ നമ്മൾ നിങ്ങളോട് ഞങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്റെ ഡിസ്ലൈക്സ് ആൻഡ് ലൈക്സ്. അപ്പൊ ഇവള് സ്കൂളും ഇവളും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കാൻ. സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും സ്കൂളിലുള്ള സ്കൂൾ എല്ലാത്തിനും സ്കൂളിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ പാർട്ട് 1 ആണിത്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാല്ലേ ആമി? റെഡിയാണോ? നിനക്ക് ക്വസ്റ്റ്യൻ അറിയോടി? എനിക്കറിയില്ല. കാണിച്ചേട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. പേരെന്താണ് താങ്കളുടെ നെയിം? ആത്മജ വക്കീൽ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനോട് കടക്കാം. സ്കൂൾ നെയിം? വിജയമാത കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. തേർഡ് ക്വസ്റ്റ്യൻ ഷോർട്ട് ഫോം VMCHSS. ഞാൻ ഇതൊക്കെ ടാബിൽ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? എത്രാമത്തെ ക്ലാസ്? യുവർ ക്ലാസ് 5th സ്റ്റാൻഡേർഡ്. യുവർ ഫോർത്ത് ക്വസ്റ്റ്യൻ യുവർ ഓൾ ടൈം ഫേവറേറ്റ് ടീച്ചർ. നല്ല ഇഷ്ടമുള്ള ടീച്ചർ ഇപ്പോഴും മൊത്തം സ്കൂൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീച്ചറാണ് ജ്യോതി സർ ടീച്ചർ. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ എന്താവാനാണ് ഇഷ്ടം? ഫ്യൂച്ചറിൽ എനിക്ക് മൂന്ന് ഫ്യൂച്ചേഴ്സ്. ഒന്ന് എന്താണ്, ഡാൻസർ, പിന്നെ ടീച്ചർ, പിന്നെ വ്ളോഗർ. ഓക്കെ, ഈ ടീച്ചർ ആവണം പറയാൻ കാരണം എന്താ? ഗൈസ്, എൻ്റെ മോം ഒരു ടീച്ചറാണ്. നമ്മളുടെ വ്ളോഗർ ഞാൻ പറയുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അല്ലേ നല്ല വീഡിയോസ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്, നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോയാൽ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഡാൻസർ ആവാൻ കാരണം എന്താ? എനിക്ക് ചെറുപ്പത്തിൽ മുതൽ തന്നെ എനിക്ക് ഭയങ്കര ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു തേർഡ് അങ്ങനെയൊക്കെ എത്തുന്ന സമയത്ത് ഞാൻ എല്ലാ പ്രോഗ്രാമിനും, പണ്ടും അങ്ങനെ തന്നെയാണ്, എല്ലാ പ്രോഗ്രാമിനും ഏതെങ്കിലും ഒരു ഡാൻസിലും കളിച്ച് ഇരിക്കും. അപ്പോൾ എനിക്ക് തോന്നും, ഞാൻ എല്ലാപ്പോഴും ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്, എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്നുണ്ട്, നീ ഒരു ഡാൻസറിനാവും, നന്നായി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തോന്നും ഒരു ഡാൻസറൊക്കെ ആവാം. ഓക്കെ, ക്ലാസ് ടീച്ചറുടെ നെയിം എന്താ? ക്ലാസ് ടീച്ചർ ദീപ ടീച്ചർ. ഇനി സ്കൂളിൽ പോകാറുള്ളത് എങ്ങനെയാണ്? സ്കൂളിലോട്ട് പോകാറുള്ളത് ഓട്ടോയിലാണ്. അപ്പോൾ നമ്മൾ തന്നെ ചങ്ക്സ് ആണ് ഗൈസ്, ചങ്ക്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം ഗൈസ്? 8th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോൾക്ക് സ്കൂൾ ലൈഫ് ഇഷ്ടമാണോ? ഇഷ്ടമാവും. എന്തുകൊണ്ട്? നമ്മൾ അവിടെ ഒക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര എന്താ പറയുക, ചിരിച്ചിട്ടും കളിച്ചിട്ടും ഒക്കെ നടക്കും. അതേപോലെ ടീച്ചറിൽ നിന്ന് വഴക്കും കേൾക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ആണ്. ഓക്കെ, സോ നമുക്ക് 9th ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണെങ്കിൽ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ്? മാത്സ്. വൈ? ഞാൻ പറയുന്ന പോലെ എൻ്റെ ക്ലാസ് ടീച്ചർ മാത്സ് ആണ് എടുക്കുക, ദീപ ടീച്ചർ. അപ്പോൾ ദീപ ടീച്ചർ പറയുന്നതൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, അത് കാരണമാണ്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ ആണ് ഫേവറേറ്റ് ടീച്ചർ ആൻഡ് റീസൺ. കറന്റ് ഇപ്പോ ഇഷ്ടമുള്ള ടീച്ചർ? അപ്പോൾ ദീപ ടീച്ചറാണ്. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദീപ ടീച്ചറാണ്. ദീപ ടീച്ചർ നല്ല ടീച്ചറാട്ടോ. നല്ല ടീച്ചറാണ്. അതേപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ടീച്ചർക്ക് പറഞ്ഞാൽ ടീച്ചർ ഭയങ്കര എന്താ പറയുക, ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഓക്കെ, ഇനി 11th ക്വസ്റ്റ്യൻ. എനി സ്റ്റഡി ടിപ്സ്, അതായത് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറച്ച് സ്റ്റഡി ടിപ്സ് എൻ്റെ ഫ്രണ്ട്സിനോട് നീ ഒന്ന് ഷെയർ ചെയ്തേ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ന്യൂ ഇയർ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സ്കൂളിൽ കിടന്നു, ഫസ്റ്റ് ഒന്നും എടുക്കത്തില്ല, സെക്കൻഡ് ഡേ മുതലാണ് എടുക്കുക. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ ടീച്ചർ എടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ആയിരിക്കും എടുക്കുക, ഫസ്റ്റ് തന്നെ നോട്ട് എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഇന്ന് വന്നിട്ട് വീട്ടിലൊക്കെ വന്നിട്ടൊന്ന് വായിക്കുക. അതേപോലെ തന്നെ ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു നോട്ടിൽ ഏതെങ്കിലും ഒരു നോട്ട് ഉണ്ടാക്കുക, അപ്പോൾ അതിൽ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് നോക്കുക. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ സോഷ്യൽ നോട്ട് എടുത്തിട്ട് എവിടെയാണ്, അതൊക്കെ ഞാനിപ്പോൾ അങ്ങനെ കേട്ടോ ചെയ്യുക.
അത്രേ ഉള്ളൂ ഒരു സ്റ്റഡി ടിപ്പ്. ഓക്കെ, ഇനി നമുക്ക് 12th ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ സ്കൂളിൽ ഫേവറേറ്റ് ടീച്ചർ എടുക്കുന്ന സബ്ജക്ട് ഏതാണ്? ഫേവറേറ്റ് ടീച്ചർ നീ കുറച്ചപ്പോഴേ ആരോ ആണ് പറഞ്ഞല്ലോ, അവര് ആ ടീച്ചർ എടുക്കുന്ന സബ്ജക്ട് മാത്സ് ആണ്. മാത്സും ഓൾ സയൻസും. ഓക്കെ, ഇനി നമുക്ക് 13th ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ശ്രീ പാർവതി. ശ്രീ പാർവതി ആണ്, അതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ഭയങ്കര. 14th ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയത്? അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ ന്യൂസ് സ്റ്റുഡന്റ്, അതായത് നമ്മളിങ്ങനെ ഫിലിമിലും സീരിയലൊക്കെ കാണുമ്പോൾ അവർ കണ്ടുമുട്ടുന്നു, ഇനി എന്ത് സംഭവിക്കുന്നു? ഞാൻ ഫസ്റ്റ് 3rd സ്റ്റാൻഡേർഡിലാണ് ന്യൂ അഡ്മിഷൻ ആയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറി വന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ, എനിക്ക് അതൊന്നും അറിയില്ലല്ലോ, അപ്പോൾ ഞാൻ പെട്ടെന്ന് ബോയ്സ് ബെഞ്ചിലാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ 3 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, മിസ്ബ, നിയ, ജുമാൻ. അപ്പോൾ ഈ 3 ആൾക്കാരായിരുന്നു. അപ്പോൾ 3 ആൾക്കാർ എടുത്ത് വന്നിട്ട് ന്യൂ അഡ്മിഷൻ ആയിരുന്നില്ലേ, അപ്പോൾ അത് ബോയ്സിൻ്റെ ബെഞ്ചാണ്, ഇങ്ങോട്ട് വന്നിരിക്കും ഇത് ഗേൾസിൻ്റെ ബെഞ്ചാണ്. അപ്പം ഞാനതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ വന്നിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് ഒരു കണ്ണാടി കുട്ടി വരുന്നു, എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പം ഞാനൊന്നും അറിയാതെ ഒരു അന്തം വിട്ടിട്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ അവളെൻ്റെ ചോദിച്ചു, പേരെന്താ? ന്യൂ അഡ്മിഷനാണോ? ന്യൂ അഡ്മിഷനാണോ? പേരെന്താ? ആത്മജ. തൻ്റേതൊന്നുമല്ല പറഞ്ഞാൽ, ഞാൻ നിൻ്റെയോ എന്നാ ചോദിച്ചത്. നിൻ്റെയോ? ശ്രീ പാർവതി. അപ്പം നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ മിണ്ടിയതേയില്ല. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ ഷേക്കനൊക്കെ കൊടുത്ത് ഹഗ്ഗൊക്കെ കൊടുത്തിട്ട് പിന്നെ അപ്പോൾ ഞങ്ങൾ സ്നാക്സ് കൊണ്ടുവന്നില്ല, ഒരു 12 o'clock വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബുച്ചുബായാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനിങ്ങനെ കിറ്റ്കാറ്റ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, അവൾ സ്നാക്സ് കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാനത് കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കിറ്റ്കാറ്റ് അങ്ങനെ കൊടുത്തു. പിന്നെ അടുത്ത മുതൽ ഇൻ്റർവെൽ ടോയ്ലറ്റ് പോലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയി. ഓക്കെ, അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. ലോങ് സ്റ്റോറി ചെയ്യാം. ഇനി 15th ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടോ? എന്താ പേര്? ചോദിച്ചാൽ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാവർക്കും ഏകദേശം ഒക്കെ ഉണ്ടാവും. പേരെന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് നമ്മൾ 3 ആൾക്കാരെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട്. പേരെന്താ? സാം, ശ്രീ പാർവതി, ആത്മജ, മിസ്ബ. ഓക്കെ, എത്ര പേരാണുള്ളത്? 3 പേര്. ഓക്കെ, ഗ്രൂപ്പിൽ 3 പേര്. ഇനി 17th ക്വസ്റ്റ്യനിലോട്ട് കടക്കുകയാണെങ്കിൽ സ്കൂളിലെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെ? ഡാൻസ്, അതുപോലെ തന്നെ പാട്ട് പാടും, പിന്നെ പോയം. ഞാൻ പോയം എന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ ലെവലിൽ നിന്ന് എല്ലാ ഹോൾ സ്കൂളിൽ നടത്തിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പം ഞാൻ സബ് ഡിസ്ട്രിക്റ്റിൽ പോയി. അപ്പോൾ അവിടുന്ന് അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര പ്രൗഡായി. എനിക്ക് A grade ഉണ്ട്, ഫസ്റ്റ് A grade. ഓക്കെ, നമുക്ക് ഹാപ്പി. ഇനി നമുക്ക് 19th ക്വസ്റ്റ്യനിലോട്ട് 20th ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. 20th ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സ്കൂൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് എന്താ? സ്കൂൾ ലൈഫ് ഓർമ്മ വരുന്നത് ഫസ്റ്റ് ഫ്രണ്ട്സ്, പിന്നെ ടീച്ചേഴ്സ്. പിന്നെ അങ്ങനെ. ഇനി മക്കളെ ലഞ്ച് മെമ്മറീസ് എന്തൊക്കെയാണോ? നമ്മൾ ലഞ്ച് കഴിക്കാനിരിക്കില്ലേ, നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടി. ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ലാസ്റ്റ് ബെഞ്ച് ആണെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോഴും ഞാൻ ലാസ്റ്റ് ബെഞ്ച് ആണെങ്കിൽ ഇവിടെ അവരാണ് ഇരിക്കുക എന്തായാലും. അത് കാരണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇവരെ തിരിഞ്ഞിരുന്ന് കഴിക്കും. അപ്പം അതായത് നമ്മുടെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വിചാരിച്ചു, ഫ്രണ്ടിൽ നോക്കിയിട്ട് ലഞ്ച് ആകുമ്പോൾ ബാക്കിൽ നോക്കിയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും കറി ഫ്രണ്ട്സ് ഷെയർ ഒക്കെ ചെയ്തിട്ട് നമ്മളങ്ങനെ കഴിക്കും. നല്ല സുഖമാണല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു കിടിലൻ ക്വസ്റ്റ്യനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സ്കൂളിൽ ഏറ്റവും സങ്കടപ്പെട്ട മൊമെൻറ്റും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റും രണ്ടും വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് നമ്മുടെ വിശകലന കുറിപ്പ് പോലെ പറഞ്ഞു കൊടുക്കും. ഹാപ്പിയസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ദിവസം എന്ന് വെച്ചാൽ ബർത്ത്ഡേ ദിവസം അപ്പോൾ കയറിയാൽ തന്നെ എല്ലാവരും ആത്മജ ഹാപ്പി ബർത്ത്ഡേ പിന്നെ കുറേ ചോക്ലേറ്റ്സും തരും. ചോക്ലേറ്റ്സ് മീൻസ് എന്താ പറയുക, ഗിഫ്റ്റ്സും തരും. അങ്ങനെ ടീച്ചറൊക്കെ വിഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ചോക്ലേറ്റ് കൊടുക്കുമല്ലോ. അപ്പം ഓരോ ബെഞ്ചത്തെ ഓരോ ആൾക്കാരും എല്ലാ ആൾക്കാരും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഒരു ലെറ്ററൊക്കെ തന്നത്.
എനിക്ക് കഴിഞ്ഞ തോട് വർഷം കുറേ ലെറ്റർ ആയിരുന്നു മൊത്തം. പിന്നെ ഈ വർഷം കുറേ ചോക്ലേറ്റ്സ് ഒക്കെ അതിലുണ്ടായിരുന്നു, ഡയറി മിൽക്ക് അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ സബ് ഡിസ്ട്രിക്റ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ ഒരു ഗിഫ്റ്റ് മേടിച്ച് അവിടുന്ന് എനിക്ക് എ ഗ്രേഡ് ആയത് കാരണം അവിടുന്ന് അമ്മയും അച്ഛനൊക്കെ ഭയങ്കര പ്രൗഡായി. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പം അവരൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കാരണത്തിന് മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതുമാതിരി തന്നെ തോട്ടിൽ പഠിക്കുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ ജോഷി ടീച്ചർ, അവർ പോയി. അപ്പോൾ അവർ കാണാൻ വന്നു. അപ്പോൾ അവർ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ റീസെൻ്റായിട്ട് ടീച്ചർ ദുബായിലായിരുന്നു. അപ്പോൾ ടീച്ചർ ഇപ്പോൾ മാറിയിട്ട് ദുബായിലൊരു ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഹോൾ ക്ലാസ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വന്നത് ടീച്ചർ കയറിയത് എല്ലാവരും പോകാൻ തുടങ്ങി. ഞാനും ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ആമിയെ കുറിച്ച് നമ്മുടെ സ്കൂളും റിലേറ്റഡ് ആയിട്ടുള്ള ചോദിക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യണം. വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, കമന്റ് ബോക്സിൽ നിറയ്ക്കണം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു പുതിയ കിടിലം വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.